രാവിലെ എണീറ്റ് കുളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പരിപാടി ഒരു കുഞ്ഞു പൊട്ട് തൊടുക, പിന്നെ നമ്മുടെ തലയിലെ മുടിയൊക്കെ ഒന്ന് ഉടക്കൊക്കെ എടുത്തൊന്ന് ശരിയാക്കുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എന്തിനും പോകും. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് ഇനി കണ്ടില്ലേ എൻ്റെ പുത്രനെ കുത്തിപ്പൊക്കുന്നതിൽ പരം വേറൊരു പണി എനിക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കള വന്നപ്പോൾ എനിക്ക് അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ദോശമാവ് പുളിച്ചു പൊങ്ങി ഇതാ എല്ലാം താറെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഭഗവാനെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ ഇല്ലല്ലോ എന്നുള്ളത്. എനിക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പകുതി സമയം പോകും കേട്ടോ. എനിക്ക് അതുകൊണ്ട് ഭയങ്കര മെനക്കേടാണ്. പിന്നെ ഞാൻ എൻ്റെ സമയം എല്ലാം പോയിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ ചടപടേ നല്ലൂസിന് ദോശ ഉണ്ടാക്കുവാണ്. എൻ്റെ അല്ലക്കുട്ടൻ ദോശ കഴിക്കണമെങ്കിൽ അവന് പേപ്പർ ദോശ തന്നെ വേണം. അങ്ങനെ ഞാൻ ദോശയൊക്കെ ആക്കി. അങ്ങനെ ടിഫിൻ ബോക്സിലും ഇന്ന് ദോശ തന്നെയാണ് കൊടുത്തു വിടുന്നത്. ആൾക്ക് അത് തന്നെ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ചടപടേന്ന് എല്ലാം സെറ്റ് ചെയ്ത് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടോ ആയിരുന്നു. കാരണം ബസ് സ്റ്റാൻഡിൽ വന്ന് കിടക്കുമായിരുന്നു. അങ്ങനെ അല്ലുകുട്ടിനെ സെറ്റാക്കി കൊണ്ടാക്കിയിട്ട് വന്നിട്ട് കണ്ടില്ലേ എൻ്റെ പുത്രിയെ ഇനി പൊക്കുന്നതാണ്. പുത്രി കണ്ടോ മനഃപൂർവ്വം കണ്ണടച്ച് കിടക്കുവാണ്. ആളെ എണർന്നിട്ടും എണീക്ക്